സെപ്റ്റംബർ 15, 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കോൺഗ്രസ് മെൽ ഡൗൺ ഇൻ ഗോവ ആസ് 8 ഓഫ് ദ പാർട്ടീസ് 11 MLAs ഡിഫെക്ട് ടു BJP. ഇതിന് ഇമ്പോർട്ടൻസ് എന്താ? സാധാരണഗതിയിൽ നമ്മൾ പൊളിറ്റിക്കൽ ന്യൂസസ് ഒന്നും നമ്മൾ ചർച്ച ചെയ്യാത്തതാണ്, പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ്? കോൺഗ്രസ്സിലെ 11 MLAമാർ BJPയിലേക്ക് പോകുകയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊരു കാര്യം നടക്കുന്ന സമയത്ത് ഡിഫെക്ഷൻ എന്നാണ് പറയുക, കൂറുമാറ്റം. ഇങ്ങനെയൊരു കാര്യം നടക്കുന്ന സമയത്ത് ആസ് സച്ച് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിന് പ്രത്യേകിച്ച് ബാധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയൊക്കെ പറയുന്ന ഏത് രീതിയിലാണ്? ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് വളരെ സ്മൂത്തായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ 5 വർഷം കഴിയുമ്പോൾ മറ്റൊരു പാർട്ടി വരികയോ അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജനാധിപത്യമാണിത്. അപ്പോൾ ഇതിനെ അത് ബാധിക്കും. ഇതൊരു കോർ വാല്യൂ ആണ് ജനാധിപത്യം, അതിനെ ബാധിക്കും. ഏത് രീതിയിൽ ബാധിക്കും? ഒരൊറ്റ വൺ സൈഡഡ് ഗവൺമെൻറ്റായി മാറുകയല്ലേ ചെയ്യുന്നത്. ഒരു ഓപ്പോസിഷൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പം ഡിഫെക്റ്റ് ചെയ്ത MLAമാരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഒന്നുകിൽ പൈസ ആയിരിക്കും, അല്ലെങ്കിൽ പൊസിഷനായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൻ്റെ പേർക്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്നിട്ട് എനിക്ക് ഗുണമില്ല എന്ന് പറയുന്ന വിചാരമായിരിക്കും. കാരണം അവരൊരു കരിയർ പോലെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പൊസിഷൻസിനെ കാണുമ്പോൾ എന്തു പറ്റും? ഈ രീതിയിൽ സംഭവിക്കും. അപ്പോൾ ആസ് സച്ച് ഇന്ത്യ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിന് എന്താണ് അതിൻ്റെ നഷ്ടമെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ഓപ്പോസിഷൻ ഒഴിവായി ഒരു സിംഗിൾ സൈഡഡ് ഗവൺമെൻറ് ആവും. എന്തും ചെയ്യാൻ അധികാരമുള്ളൊരു ഗവൺമെൻറ്റിനെ അതുണ്ടാക്കും. അങ്ങനെയാവുമ്പോൾ നാട്ടുകാർക്ക് ചിലപ്പോൾ ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് സ്കീം അല്ല കൊണ്ടുവരുന്നതെങ്കിലും പാസ്സാക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഒരു സിംഗിൾ സൈഡഡ് മെജോറിറ്റേറിയൻ ആയിട്ടുള്ള മെജോറിറ്റേറിയൻ ആയിട്ടുള്ളൊരു തീരുമാനം വരും. അത് ചിലപ്പോൾ എല്ലാവർക്കും നന്നായിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഒരു നല്ല ഓപ്പോസിഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അതിനെ എതിർക്കാനും മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബാലൻസ് ഉണ്ടോ? ആ ബാലൻസാണ് ഇപ്പോൾ നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ന്യൂസിനെ അനാലിസിസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു മിയർ പൊളിറ്റിക്കൽ ന്യൂസ് മാത്രമല്ല ഇത്. കാരണം ഇതൊരു സ്റ്റേറ്റിൽ നടക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജനറൽ ട്രെൻഡായി മാറിയിരിക്കുകയല്ലേ. ആൾക്കാർ പൊസിഷനും പവറിനും വേണ്ടി ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയുള്ള MLAs ഒക്കെ മാറുമ്പോൾ അവർക്ക് ജനങ്ങളുടെ മുകളിൽ അക്കൗണ്ടബിലിറ്റി വേണ്ടേ? കാരണം അവരെ എലക്ട് ചെയ്ത ജനങ്ങളുടെ മുകളിലുള്ള ഏത് എത്തിക്സിൻ്റെ പുറത്താണോ അവരെ എലക്ട് ചെയ്തിരിക്കുന്നത്, ആ പർപ്പസ് അവർ ചെയ്യാതെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അത് ജനങ്ങളെ ഇത്തിരി കബളിപ്പിക്കുന്നത് പോലെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു ന്യൂസാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ന്യൂസിന് ഇങ്ങനെയൊരു പ്രാധാന്യം നമ്മൾ കൊടുത്ത് അനലൈസ് ചെയ്യുന്നത്. കാരണം ആസ് സച്ച് ഇന്ത്യയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു സസ്റ്റെയിനിങ് ഡെമോക്രസിയാണ്, ഒരു ത്രൈവിങ് ഡെമോക്രസിയാണ്. അതിൻ്റെ വാല്യൂസ് കീപ്പപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ പാർട്ടി, അതുപോലെ മൾട്ടി പാർട്ടി, കൾച്ചറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന രീതിയിൽ ഇന്ത്യ, രാജ്യം എന്ന രീതിയിൽ ഇന്ത്യ അത് കാത്തു സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കലി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അത് കാത്തു സൂക്ഷിക്കാൻ മുന്നോട്ട് വരേണ്ടതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹിന്ദി നോട്ട് എ കോമ്പറ്റീറ്റർ ഓഫ് റീജിയണൽ ലാംഗ്വേജസ് എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ഹിന്ദി മറ്റ് മാതൃഭാഷകൾക്കൊന്നും ഒരു കോമ്പറ്റീറ്റർ അല്ല എന്നാണ് പറയുന്നത്. സെൻറ്ററിന് എപ്പോഴും ഹിന്ദി പുഷ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. സെൻറ്റർ ടു പുഷ് ഹിന്ദി യൂസ് ഇൻ ഓഫീസസ്, ബാങ്ക്സ് എബ്രോഡ്. ബാങ്കുകളിലും ഓഫീസസിലും പുറത്ത്, ഇന്ത്യയുടെ പുറത്ത് സെൻറ്റർ ഹിന്ദി പുഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നല്ലതാണ്. കാരണം ആസ് ലോങ് ആസ് ഇറ്റ് ഗിവ്സ് ഇനഫ് ഫ്രീഡം ടു അതർ ലാംഗ്വേജസ് ടു ത്രൈവ്. ഏതെങ്കിലും രീതിയിൽ മറ്റ് ഭാഷകൾ പാടില്ല എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ളൂ. അടുത്തത് ക്യാബിനറ്റ് അപ്രൂവ്സ് അഡീഷൻ ഓഫ് 4 ട്രൈബ്സ് ഇൻ ST ലിസ്റ്റ്. ST ലിസ്റ്റിലേക്ക് 4 ട്രൈബുകളെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നറിയില്ല, പക്ഷേ എന്നാലും ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുകയാണത്. ഹത്തി ട്രൈബ് ഇൻ ദ ട്രാൻസ്ഗിരി ഏരിയ ഓഫ് ഹിമാചൽ പ്രദേശാണ്. ദ ഹത്തി ട്രൈബ് ഇൻ ഹിമാചൽ പ്രദേശ്, നരിക്കൊറവൻ ആൻഡ് കുരുവിക്കാരൻ ട്രൈബ് ഓഫ് തമിഴ്നാട്. നരിക്കൊറവൻ ആൻഡ് കുരുവിക്കാരൻ ട്രൈബ് ഓഫ് തമിഴ്നാട്. അതുപോലെ തന്നെ ബിഞ്ചിയ ട്രൈബ് ഇൻ ഛത്തീസ്ഗഡ്. ബിഞ്ചിയ ട്രൈബ് ഇൻ ഛത്തീസ്ഗഡ്. ഈ 4 ട്രൈബുകളാണ് ആഡ് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഐസ്ക്രീം കാർഡ്സ് ടു എൻ്റർ കർത്തവ്യ പാത്ത് സൂൺ. അപ്പോൾ കുറേ വെൻഡേഴ്സിനൊക്കെ നമ്മൾ കർത്തവ്യ പാത്ത് ഇതിനിടയ്ക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കർത്തവ്യ പാത്ത് രാജ്പത്തിൻ്റെയൊക്കെ പേര് മാറ്റി അവിടെ കുറച്ച് 16 കിലോമീറ്ററോളം റിവാമ്പ് ചെയ്ത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ കൊണ്ടുവന്ന് അത്യാവശ്യം പാർക്കിങ്, പബ്ലിക് സ്പേസ്, ലോണ്, അപ്പം ആൾക്കാർക്ക് ഒത്തുകൂടാനൊക്കെ
ഉള്ള സ്ഥലങ്ങളൊക്കെ കുറേ കൂടെ റിവാമ്പ് ചെയ്ത് റീജുവനേറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സ്ഥലമാണ്. അവിടെ ചെറുകിട വ്യവസായികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീം വെൻസൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്തവ്യപാത്ത് നമ്മൾ പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ്. വൺ വേർഡായി ചിലപ്പോൾ ചോദിച്ചേക്കാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വി വിൽ ഫുള്ളി സപ്പോർട്ട് അഗ്നിപത്ത് ഇൻ പഞ്ചാബ് എന്നാണ്. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അഗ്നിപത്ത് സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെന്നാണ് പറയുന്നത്. അഗ്നിപത്ത് ഒരു കോൺട്രവേഴ്ഷ്യൽ സ്കീമാണ്. ഏത് ഫോഴ്സുമായി റിലേറ്റഡ് ആണ്? ആർമിയായി റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമാണ്. ഇന്ത്യൻ ആർമി റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമാണ് അഗ്നിപത്ത്. 25% ഓഫ് ആൾക്കാരെ മാത്രം എടുക്കുന്ന ഒരു സ്കീമാണ്. അത് അറിയാമല്ലോ, 25% ഓഫ് ആൾക്കാരെ മാത്രം. 100 പേരെ എടുക്കുകയാണെങ്കിൽ 25% പേരെ മാത്രം എടുത്ത് ബാക്കിയുള്ളവരെ 4 വർഷമായിട്ട് അവരെ മെല്ലെ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കി ഏറ്റവും എഫിഷ്യൻ്റായിട്ട് 25 പേരെ മാത്രം എടുക്കുന്ന ഒരു 25% ഓഫ് ആൾക്കാരെ മാത്രം എടുക്കുന്ന ഒരു സ്കീമാണ്. ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയൊരു സ്കീമായിരുന്നത്. നമ്മൾ ഇന്നലെ കണ്ട ന്യൂസിൽ റബ്ബർ പ്രൈസസ് താഴെ പോകുന്നത് കണ്ടു. ഇതിപ്പം ആന്ധ്രാപ്രദേശിലെ ഫാമേഴ്സ് ആർ ഹാപ്പി ആസ് ദ പാഡി പ്രൈസസ് ഗ്രോ. അപ്പം നെല്ലിൻ്റെ വില കൂടിയപ്പോൾ എന്താ പറയുക, ആന്ധ്രാപ്രദേശ് ഫാമേഴ്സിന് പൈസ കിട്ടിത്തുടങ്ങി. ദോസ് ഹു ഹാവ് കൾട്ടിവേറ്റഡ് ദ ക്രോപ്പ് ഇൻ നെല്ലൂർ ഡിസ്ട്രിക്റ്റ് ആർ മേക്കിംഗ് ഗുഡ് മണി. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും അഗ്രികൾച്ചർ ഫീൽഡിലുണ്ട്. എല്ലാം ഒരു ഡിക്ലൈൻ അല്ല. കാരണം കാലം തെറ്റിയ മഴയും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചസൊക്കെ അഗ്രികൾച്ചറിനെ അതിരൂക്ഷമായി ബാധിക്കുന്നുണ്ട്, കൃഷിയെ അതിരൂക്ഷമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിൽ നെല്ലൂർ ഡിസ്ട്രിക്റ്റിൽ പാഡി ഗ്രോത്ത് ഒരു റൈസിങ് ട്രെൻഡാണ് എന്നാണ് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ക്ലിയർ സ്ട്രേ ഡോഗ്സ് ഫ്രം പബ്ലിക് പ്ലേസസ്. കോർട്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഹൈക്കോർട്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ് സ്ട്രേ ഡോഗ്സിനെ, തെരുവ് നായ്ക്കളെ പബ്ലിക് പ്ലേസസിന് ഒഴിവാക്കണത്. സ്റ്റേറ്റ് government is duty bound to ensure the safety of people by clearing violent stray dogs from the public places. A division bench of the Kerala High Court observed on Wednesday. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ് ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് വയലൻ്റ് ആയിട്ടുള്ള സ്ട്രേ ഡോഗ്സിനെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത്. അതേപോലെ തന്നെ പോലീസ് ചീഫിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡയറക്ട് ദ ഗവൺമെൻറ് ടു ഇഷ്യൂ എ സർക്കുലർ ടു ദ സ്റ്റേറ്റ് പോലീസ് ചീഫ് ടു സ്പ്രെഡ് ദ മെസ്സേജ് അമംഗ് ദ പീപ്പിൾ നോട്ട് ടു ടേക്ക് ലോസ് ഇൻ ദർ ഹാൻഡ്സ്. നിയമം കയ്യിലെടുക്കരുതെന്ന് നാട്ടുകാരോട് പറയാനുള്ള അവയർനെസ് കൊടുക്കണം എന്ന് ഹൈക്കോടതി ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ചീഫിനോട് ഒരു ഉത്തരവിറക്കാൻ, അതായത് നാട്ടുകാർ നിയമം കയ്യിലെടുത്ത് അതിനൊന്നും ചെയ്യരുത്. കാരണം ഓൾറെഡി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് മെഷീനറി അത് ഡീൽ ചെയ്തോളും എന്നതാണ് പറയുന്നത്. ഇതിലൊരു എമർജൻസി സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇറ്റ് മസ്റ്റ് ബി ആൾസോ പബ്ലിഷ് ഓൺ ഇറ്റ്സ് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഫോൺ നമ്പേഴ്സ് ഓഫ് 24/7 വെറ്ററിനറി ക്ലിനിക്സ്. മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന വെറ്ററിനറി ക്ലിനിക്സിൻ്റെ ഡീറ്റെയിൽസും എമർജൻസി റെസ്പോൺസായി കൊടുക്കണമെന്നാണ് പറയുന്നത്. എഡിറ്റോറിയൽ ആക്ച്വലി അനാലിസിസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനൊരു സീരീസ് നടക്കുന്നത് കൊണ്ടാണ് എഡിറ്റോറിയൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാത്തത്. കാരണം നമുക്ക് പൊതുവേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കറണ്ട് അഫയേഴ്സ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻ കേസ് ഒരു കാര്യത്തിൻ്റെ കോൺസെപ്റ്റ് ഇതുമായി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് അതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് എഡിറ്റോറിയൽ അനാലിസിസ് ഇല്ലാത്തത്. എന്തായാലും നമുക്ക് അടുത്ത് തന്നെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻഗേജ് വിത്ത് കോഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ലേറ്റസ്റ്റ് ഡിസെൻഗേജ്മെൻറ്റ് അലോങ് ദ LAC ഈസ് വെൽക്കം സ്റ്റെപ്പ് ബട്ട് ബോർഡർ ക്രൈസിസ് ഇസ് നോട്ട് ഓവർ എന്നാണ് പറയുന്നത്. എന്താണിത്? ഈ ഡിസെൻഗേജ്മെൻറ്റിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ചൈന ഇന്ത്യ ഡിസെൻഗേജ് ചെയ്യാനെന്നാണ് പറയുന്നത്. ഇവിടുന്ന് പെട്രോളിംഗ് പോയിൻറ്റ് 15 എന്ന പോയിന്റിൽ നിന്ന് ഇന്ത്യയും ചൈനയും ട്രൂപ്സിനെ മാറ്റുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ആരുമില്ല, ചൈനേൻ്റെ ട്രൂപ്സും ഇല്ല, ഇന്ത്യേൻ്റെ ട്രൂപ്സും ഇല്ല. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിഫ്റ്റിൻ്റെ ചെറിയ ആശ്വാസം കിട്ടുകയാണ്. കാരണം രണ്ടു പേരും ബോർഡറിൽ നിന്ന് മെല്ലെ മാറി പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബോർഡർ ഇഷ്യൂസൊന്നും സോൾവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യ ചൈന ഇഷ്യൂസും ബാക്കി ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതൊരു വെൽക്കം സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്. എൻഗേജ് വിത്ത് കോഷൻ. ചൈന എൻഗേജ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ, വളരെ വിജിലൻസോടെ കൂടി എൻഗേജ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്ത്യ ആൻഡ് ചൈന ഓൺ September 13 കൺഫേം ദ ഡിസെൻഗേജ്മെൻറ്റ് ഓഫ് ദ ട്രൂപ്സ് ഫ്രോം ദ 5th ഫ്രിക്ഷൻ പോയിന്റ് ഇൻ ഈസ്റ്റേൺ ലഡാക്ക് അലോങ് ദ LAC. LAC എന്താണെന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക് അവസാനം. LAC എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ്. LOC എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ് ലൈൻ ഓഫ് കൺട്രോൾ. ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC. അത് ഇന്ത്യ ചൈനയായിട്ടാണ്.
EWS കോട്ടയിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. EWS കോട്ട ഏത് അമെൻമെൻറ്റാണ്? 103. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തിക സംവരണം ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റാണ്? 103 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഇതും നമ്മുടെ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്ത്യ ഷെയർസ് കൺസേൺസ് വിത്ത് US ഓൺ F-16 റീഫിറ്റ്. F-16 റീഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാൻ്റെ F-16 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ്സിൻ്റെ എന്താ പറയുക, US കോപ്പറേഷനുമായി ബന്ധപ്പെട്ട US-ൻ്റെ അതുമായി ബന്ധപ്പെട്ട ഡീല്. ഇത് ടെററിസം പ്രൊമോട്ട് ചെയ്യാണ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ US എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനെതിരെയുള്ളൊരു കൺസേണാണ് ഇന്ത്യ ഷെയർ ചെയ്ത്. അതാണ് ഇന്നലെയൊക്കെ ന്യൂസ് ഉണ്ടായതാണ്, നമ്മൾ ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. അടുത്തത് ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് SCO അറിയാമല്ലോ, ബീജിങ്ങിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സുള്ള ഓർഗനൈസേഷനാണ് ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ PMA ഹോൾഡ് ബൈലാറ്ററൽ ടോക്സ് വിത്ത് പുടിൻ റെയ്സി. അപ്പോൾ റഷ്യ ആയിട്ടും അതുപോലെ തന്നെ റെയ്സി ആയിട്ടും ഇറാനിയൻ പ്രസിഡൻ്റാണ് റെയ്സി. ഇറാനിയൻ പ്രസിഡൻറ്റ് ഇബ്രാഹിം റെയ്സി ആയിട്ടും എന്താ പറയുക, ചർച്ചകൾ നടത്താനുള്ള സാധ്യത ആണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം SCO ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ചൈനയൊക്കെ പ്രശ്നങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ്. കാരണം അതിൽ 2 പേര് മെമ്പേഴ്സാണ്, ഒരു അപ്കമ്മിങ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈസ്റ്റിൽ. അടുത്തത് മറ്റേ റഷ്യ യുക്രൈൻ ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സെലൻസ്കി വിസിറ്റ് റീടേക്കൺ സ്ട്രാറ്റജിക് സിറ്റി. ഉക്രൈനിയൻ പ്രസിഡന്റ് വാച്ച്ഡ് ആസ് ഹിസ് കൺട്രീസ് ഫ്ലാഗ് വാസ് ഹോയിസ്റ്റഡ് ഇൻ ഇസിയം എന്ന് പറഞ്ഞ് റഷ്യ പിടിച്ചടക്കിയ സ്ഥലം തിരിച്ചു പിടിച്ചു എന്നാണ് സെലൻസ്കി പറയുന്നത്. സെലൻസ്കി അവിടെ വിസിറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. പക്ഷേ റഷ്യൻ്റെ ഷെല്ലിങ്ങും അതുപോലെ തന്നെ ആക്രമണമൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും സെലൻസ്കി കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള ന്യൂസുകൾ പറയുന്നതാണ് ഉക്രൈനും കുറച്ച് സ്ഥലങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പുടിൻ ഹാഡ് റിജക്റ്റഡ് ഉക്രൈൻ പീസ് ഡീൽ. ഉക്രൈൻ്റെ പീസ് ഡീൽ ആ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ രീതിയിലും അവിടെ യുദ്ധസമാനമായ സിറ്റുവേഷൻ തന്നെയാണ്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇനിയെല്ലാം സ്പോർട്സ് ന്യൂസസാണ്. അത് റോബിൻ ഉത്തപ്പ റിട്ടയർസ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. റോബിൻ ഉത്തപ്പ നല്ല പ്ലെയറായിരുന്നു, ഇന്ത്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സിലൊന്നായിരുന്നു റോബിൻ ഉത്തപ്പ. പിന്നെ അവസരങ്ങൾ മെല്ലെ കുറയുകയാണ് ചെയ്ത്. റോബിൻ ഉത്തപ്പ റിട്ടയർസ് ഫ്രം ഓൾ ദി ഫോംസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. അപ്പോൾ റോബിൻ ഉത്തപ്പ റിട്ടയർസ് ഫ്രം ഇന്ത്യൻ ക്രിക്കറ്റ് ഓർത്ത് വെക്കണേ. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ സീരീസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ദ ക്ലാസ്. വി വിൽ സീ യു ഓൺ ടുമോറോ. ബൈ, ടേക്ക് കെയർ.